ഹേയ് ഗായ്സ്, തലേ ദിവസം ഹൽദി പരിപാടിയൊക്കെ വെറുതെ പവറായിട്ടാണ് നടന്നത്. അതിൻ്റെ നല്ല ക്ഷീണവും നല്ല ടയേർഡും ഉണ്ടായിരുന്നു. പെൺകുട്ടിയൊക്കെ വെറുതെ ഓണെന്ന് പറഞ്ഞാൽ വെറുതെ പവറേഷ്. അവിടെ നമ്മുടെ അഞ്ജലി ചേച്ചിയൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് എന്താ പറയുക, വെറുതെ അഞ്ജലി ചേച്ചിയുടെ മോനാണെന്ന് തോന്നുന്നത്. അവനോടൊന്ന് ഷോക്കടിപ്പിക്കാൻ അഭിനയിക്കാൻ പറഞ്ഞിട്ട് അവൻ മറ്റേ ജീവിച്ച അതിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഡാൻസ് കളിക്കാനാണ് പുള്ളിക്കാരത്തി. അങ്ങനെ അവിടുത്തെ തലേദിവസത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് കോപ്പിയും കാര്യങ്ങളൊക്കെ ചെയ്ത് എല്ലാം കഴിഞ്ഞ് രാവിലെ തന്നെ ഏർലി മോർണിംഗ് ഒരു 7:30 ആയിക്കുമ്പോൾ നേരെ പാലിയത്തെത്താൻ പറഞ്ഞാണ്. ഞാനും അളിയനും കൂടി നേരെ പാലിയത്തോട്ട് പോയി. പോണ വഴിക്ക് നല്ല കിട്ടില്ല സൺറൈസ് കണ്ട് ഒന്നും പറയാനില്ല. നേരെ പാലിയം രാവിലെ അമ്പലത്തിൽ കയറി ഒന്ന് പ്രാർത്ഥിച്ച്, ശിവൻ നമ്മുടെ ഒരു മെയിൻ ആളായതുകൊണ്ട് പുള്ളിക്കാരനെ കണ്ട് ഒന്ന് പ്രാർത്ഥിച്ച് അമ്പലത്തിൽ ചെന്ന് കാര്യങ്ങളൊക്കെ എല്ലാവരും സെറ്റാക്കി ടീം എല്ലാവരും കൂടി അങ്ങ് വെയിറ്റ് ചെയ്തിരിക്കുക. 1 മണിക്കൂർ നല്ല കിട്ടില്ലാനായിട്ട് പോസ്റ്റ് കിട്ടി. അങ്ങനെ അവർ വന്ന്, ആദ്യം ചെക്കനാണ് വന്നത്. ചെക്കൻ വന്ന് ചെക്കൻ്റെ സിംഗിളും കാര്യങ്ങളൊക്കെ എടുത്ത് വയ്യാനെങ്കിൽ പിടിച്ചങ്ങോട്ട് ഇരുന്ന് പോകും. പെങ്കൊച്ചും ഒരു അരമണിക്കൂർ ഗ്യാപ്പിൽ തന്നെ പെങ്കൊച്ചും വന്ന്. അങ്ങനെ എല്ലാവരും കൂടി കുറച്ച് കപ്പിളും കാര്യങ്ങളൊക്കെ അവിടെ നിർത്താൻ പോകും. വീട്ടിൽ നിന്ന് വിളിയൊക്കെ ഒന്ന് സമയമെന്നും പറഞ്ഞ് നേരെ അമ്പലത്തിലോട്ട് പോയി. രാവിലെ തന്നെ എന്താ പറയുക, ഒരു നല്ലൊരു ആംബിയൻസ് ആയിരുന്നു അമ്പലത്തിൽ. ആ അമ്പലത്തിൽ ചെന്ന് കെട്ടി കാര്യങ്ങളൊക്കെ ഒന്ന് ഉഷാറായിട്ട് അടിപൊളി നല്ല ക്രൗഡായിരുന്നു. കൂട്ടുകാരും എല്ലാവരും കൂടി നല്ല ക്രൗഡായിരുന്നു. പാറ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പാറുവിൻ്റെ ഹസ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യണ ഒരു ചെക്കനായിരുന്നു. അപ്പം അങ്ങനെ അവിടെ ചെന്ന് അനിയത്തിലൊക്കെ കുറച്ച് കാര്യങ്ങൾ സൗണ്ടും വോയിസും കാര്യങ്ങളൊക്കെ എടുത്ത് കുറേ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവസാനം കെട്ടും കഴിഞ്ഞ് എല്ലാ പരിപാടിയൊക്കെ കഴിഞ്ഞ് അവർ ഇറങ്ങാൻ നിൽക്കുമ്പോൾ ഞങ്ങൾ പെട്ടെന്ന് ഒടുക്കത്തെ കരച്ചിൽ. പെട്ടെന്നായിരുന്നു പുള്ളിക്കാരത്തി ഞങ്ങളുടെ ഒപ്പം വന്ന് അടിപൊളിയായിട്ട് കുറേ ഫോട്ടോസൊക്കെ കാര്യങ്ങളൊക്കെ എടുത്തെല്ലാം സെറ്റായി കഴിഞ്ഞിട്ടൊക്കെയാണ് പുള്ളിക്കാരത്തി എന്താ പറയുക, ഒരിക്കലും വിചാരിച്ചില്ല. പെട്ടെന്നായിരുന്നു കരച്ചില്ല കേട്ടോ. അങ്ങനെ അവിടുത്തെ കഴിഞ്ഞ് ചെക്കൻ്റെ വീട്ടിൽ ചെന്ന് അവിടുത്തെ കാര്യങ്ങളൊക്കെ തീർത്ത് കഴിഞ്ഞപ്പോഴും പിന്നെ ഞങ്ങൾക്ക് കുറച്ച് ഒരു 3-4 പേർക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റിയില്ല, ഒരു ഗ്യാപ്പ് കിട്ടിയില്ല. അതിൻ്റെ വലിയ ഞങ്ങൾ നേരെ പറവൂരിൽ നിന്ന് സ്പൈസി ചെന്ന് എല്ലാവരും കൂടി ഒരു 5 പേരുണ്ടായിരുന്നു. സ്പൈസി ചെന്ന് മന്തി ഈസ്റ്റർ ഡേ ആയതുകൊണ്ട് ഒരു എന്താ പറയുക, അത്രയും ക്രൗഡ് ഉണ്ടായിരുന്നില്ല. എന്നാലും കുഴപ്പമില്ല കേട്ടോ, നല്ല മന്തിയായിരുന്നു. ഞാൻ ഇതിന് മുമ്പ് കഴിഞ്ഞ ദിവസം പോയിട്ട് അറേബ്യൻ പാലസിൽ പോയി കഴിച്ചിട്ട് ഒരു ഉണ്ടായിരുന്നില്ല, നല്ല വിശപ്പുണ്ടായിരുന്നു. രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. മാക്കടിച്ചിട്ടാണ് അവിടെ നിന്ന് പരിപാടി കഴിഞ്ഞ് റിസപ്ഷന് പോയി. റിസപ്ഷനിൽ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് അത്യാവശ്യം പരിപാടികളൊക്കെ ഓണായി കഴിഞ്ഞ് എന്താ പറയുക, നല്ലൊരു വൈബായിരുന്നു കേട്ടോ. അവരുടെ കല്യാണം അത്യാവശ്യം പൊള്ളി എടുത്തിട്ടൊക്കെയാണ് ഞങ്ങളവിടെ നിന്ന് എല്ലാവരും കൂടി ബൈ പറഞ്ഞ് പിരിഞ്ഞത്. ഇരട്ടകൾ ഞാൻ ജിഷ്ണുവിനെയും കണ്ട്, അതൊരു പ്രത്യേകത തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ അന്നത്തെ ഡേയും കഴിഞ്ഞ്